നമസ്കാരം. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു മെസ്സി കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇന്ന് ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നവംബറിൽ അർജന്റീന ടീം എത്തുന്നില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. അത് ഇതിൻ്റെ സ്പോൺസറായ ആൻഡ് ഓഗസ്റ്റിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിൽ കളി മാറ്റിവെക്കാൻ AFAയുമായുള്ള ചർച്ചയിൽ ധാരണ. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ, പ്രഖ്യാപനം ഉടൻ എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇനിയും ആർക്കും വേണ്ട. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരും. കാരണം അത്രമാത്രം ഇതിൻ്റെ സ്പോൺസർ റിപ്പോർട്ടർ TV അതിൻ്റെ പരിശ്രമം ഏറ്റവും അങ്ങേയറ്റം വരെ പരിശ്രമിച്ചു എന്ന കാര്യത്തിൽ തെളിവുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇപ്പോഴും സ്റ്റേഡിയത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്, റോഡിൻ്റെ പണി പുരോഗമിക്കുകയാണ്, സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പണി ഒന്നും നിർത്തുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാരണം അടുത്ത വിൻഡോയിൽ കളിക്കണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയേ പറ്റുള്ളൂ. ഇൻ്റർനാഷണൽ രീതിയിലുള്ള സ്റ്റേഡിയം ആക്കിയേ പറ്റുള്ളൂ. അതിൽ നിന്നും ഒരടി പോലും റിപ്പോർട്ടർ TV പിന്നോട്ട് പോകുന്നില്ല. പിന്നീട് എന്തുകൊണ്ട് ഇത് വൈകി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വിൻഡോയിൽ എന്തായാലും കളിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമുക്കത് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടർ TV എടുത്ത ഇതിൻ്റെ പരിശ്രമത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. സർക്കാരും അവരോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. എന്നാൽ സർക്കാർ എന്താണോ ലാസ്റ്റ് സമയത്തൊക്കെ ഒരു കൃത്യമായ മറുപടി പറയാതെ മാറി നിന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിൻ്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് ചെയർമാനും വൈസ് ചെയർമാനും ചെയർമാൻ്റെ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവൻ അർജന്റീനയിലെത്തിയും അതിൻ്റെ പ്രസിഡന്റുമായി സംസാരിക്കും. അതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെയാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുന്നത്. അവരവിടെ പോവുകയും ചെയ്തിരുന്നു. അവർ ഇന്നും അവിടെ തന്നെയാണ് തുടരുന്നത്. അടുത്ത വിൻഡോയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെയാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവരുടെ പരിശ്രമം, റിപ്പോർട്ടറുടെ പരിശ്രമം നമ്മൾ തള്ളിക്കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പം കളിയില്ല എന്ന് പറയുമ്പോൾ വലിയ ആഘോഷങ്ങളാക്കിയ മുഖ്യധാര മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇത്ര നാൾ അവിടെ നടന്ന പണിയൊന്നും കാണിച്ചില്ല. അന്നും ഇന്നും അവർ കളി നടക്കുന്നില്ല എന്ന് മാത്രം പറയുന്നു എന്ന് ഒരു സങ്കടകരമായ വാർത്തയും ഞാൻ പറയുകയാണ്. അന്നും ഇന്നും അവർ പറയും. പക്ഷേ ഇതിൻ്റെ പരിശ്രമം കൂടെ ഒന്ന് പറയേണ്ടതാണ്. ആ പരിശ്രമം അന്തിമഘട്ടത്തിലാണ്. ആ പരിശ്രമം വിജയിപ്പിക്കും. ആ വിജയിക്കുന്നവരെ ഉള്ളൊരു പോരാട്ടവും അവർക്കുണ്ടാകും. അർജന്റീന മെസ്സി ഉൾപ്പെടെയുള്ള ടീം വന്ന് ഇവിടെ കളിക്കും. നിലവിൽ അർജന്റീന ഈ വിൻഡോയിൽ ഒരു കളി മാത്രമുള്ളൂ. അവർ തന്നെ ഔദ്യോഗികമായി ഇട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയ ഈ കളി ഇവിടെ പങ്കെടുക്കുന്നില്ല എന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും ഗംഭീരമായ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മെസ്സി കേരളത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും റിപ്പോർട്ടർ TVയുടെ മാനേജ്മെൻറ്റുമായി എനിക്ക് സംസാരിച്ചപ്പോൾ ആ ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വരും എന്ന കാര്യത്തിൽ സംശയമില്ലാതെ അടുത്ത വിൻഡോയിലായിരിക്കുമെന്ന് മാത്രമുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.